പരസ്യങ്ങളില്ലാത്തതും തികച്ചും സൗജന്യമായതും പ്ലേ സ്റ്റോറിൽ ഇപ്പോഴും 4.8 സ്റ്റാർ റേറ്റിംഗ് ഉള്ളതുമായ ഏക വീഡിയോ പ്ലെയറേ ഉള്ളൂ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ വീഡിയോ പ്ലെയർ ഉണ്ടെങ്കിലും സിനിമകളും വെബ് സീരീസും ഒക്കെ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇത്തരം വീഡിയോ പ്ലെയറുകൾ പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാരും MX പ്ലെയർ പോലെയുള്ള തേർഡ് പാർട്ടി വീഡിയോ പ്ലെയറാണ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറ്. പക്ഷേ ഈ MX പ്ലെയറിൻ്റെയൊക്കെ ഫ്രീ വേർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പരസ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ചില സമയത്ത് ഹാങ് ഒക്കെ ആകാറുണ്ട്. എന്നാൽ ഞാൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ പ്ലെയർ അങ്ങനെയല്ല. ഇതിൽ പരസ്യങ്ങളൊന്നുമില്ല, തികച്ചും സൗജന്യമാണ്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ഫോർമാറ്റുകളും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഗംഭീരമായ വീഡിയോ പ്ലെയറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എങ്കിലും MX പ്ലെയർ പോലെ ഇത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ ഫയൽ ആക്സസ് ഒന്ന് അലോ കൊടുക്കുക. അതോടെ നമ്മുടെ ഫോണിലിരിക്കുന്ന വീഡിയോ ഉള്ള ഫോൾഡറൊക്കെ ഇതുപോലെ കാണിക്കുന്നതാണ്. വെറും ഇതുപോലെ ഫോൾഡർ മാത്രമേ കാണിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഫോൾഡർ എല്ലാം കൂടി സ്ക്വയറായിട്ട് കുറച്ച് വൃത്തിയിൽ കാണിക്കണമെങ്കിൽ ഇവിടെ വലതുഭാഗത്ത് ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോൾഡർ കാണിക്കുന്ന മോഡൽ മാറ്റാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫോൾഡറായിട്ടല്ല വീഡിയോ പ്രിവ്യൂ സഹിതം കാണണമെങ്കിൽ ഇവിടെ ഇടതുഭാഗത്ത് ഫോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഫോണിലുള്ള മുഴുവൻ വീഡിയോ പ്രിവ്യൂ സഹിതം ഇതുപോലെ കാണിക്കുന്നതാണ്. ഇതിലൂടെ സിനിമ ഏതാണ്, നമ്മുടെ വീഡിയോ ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ വീഡിയോ പ്ലേ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു സിനിമയൊക്കെ കാണുന്ന സമയത്ത് മുന്നോട്ടോ പിറകോട്ടോ വീഡിയോ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത് മുന്നോട്ടും പിറകോട്ടും കൊണ്ടുപോകാം. അതുപോലെ തന്നെ വിരൽ കൊണ്ട് സ്ക്രോൾ ചെയ്ത് മുന്നോട്ടും പിറകോട്ടും കൊണ്ടുപോകാം. പിന്നെ താഴെ ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. സാധാരണ പോലെ തന്നെ അത് നോക്കിയിട്ട് പ്രിവ്യൂ നോക്കിയിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഓഡിയോ മാറ്റണമെങ്കിൽ ഇപ്പോൾ ചിലതിൽ ഇംഗ്ലീഷ് തമിഴൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഭാഷ മാറ്റേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി സബ് ടൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും പുതുതായിട്ട് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യണമെങ്കിലും ആ ഓപ്ഷനൊക്കെ MX പ്ലെയറിൽ ഉള്ളതുപോലെ തന്നെ ഇതിനകത്തുണ്ട്. അതുപോലെ സ്ക്രീൻ സൈസ് മാറ്റാനും സ്ലോ മോഷനിൽ അല്ലെങ്കിൽ വേഗത്തിൽ കാണേണ്ട ഓപ്ഷൻ, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നിരവധി ഓപ്ഷൻ MX പ്ലെയറിൽ ഉള്ളതുപോലെ തന്നെ നിരവധി ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ MX പ്ലെയറിൽ ലോക്ക് ചെയ്തിട്ട് കാണാറില്ലേ, സ്ക്രീൻ ലോക്ക് ചെയ്തിട്ട്, അതായത് വീഡിയോ ടച്ച് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത് കാണുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതുപോലെ ഇതൊരു വീഡിയോ പ്ലെയർ മാത്രമല്ല, MX പ്ലെയർ പോലെ തന്നെ നമുക്ക് ഇതിൽ ഓഡിയോ ഫയലുകളും പ്ലേ ചെയ്യാം. അതായത് MP3 പാട്ടുകളൊക്കെ ഓപ്ഷൻ ഇവിടെ മുകളിൽ തന്നെ ഉണ്ട്, ഫ്രണ്ട് പേജിൽ മുകളിൽ തന്നെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടെ പ്രീമിയം പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങനെ വരും. അതൊക്കെ എക്സിറ്റ് പോയാൽ മാത്രം മതി. ഓക്കെ, പ്രീമിയം ഒന്നും പർച്ചേസ് ചെയ്യേണ്ട, കാരണം ഫ്രീ വേർഷനിൽ തന്നെ നമുക്ക് എല്ലാ ഓപ്ഷനും ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ MX പ്ലെയർ ഉപയോഗിക്കുന്നതിനും എത്രയോ ബെറ്ററാണ് ഈ ആപ്ലിക്കേഷൻ. ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.